പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. 3 നോമ്പ് തിരുനാളിന്റെ സമാപന ദിവസം, 3-ാം ദിവസമാണിന്ന്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. തന്റെ പാദങ്ങൾ കണ്ണീരാൽ കഴുകിയ ഒരു സ്ത്രീക്ക് ഈശോ പാപമോചനം നൽകുന്ന പ്രസിദ്ധമായ തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയ്ക്ക് ഒരു വിരുന്നും മറ്റു ചില ഉപചാരങ്ങളും ചെയ്തതോടുകൂടി താൻ ഈശോയ്ക്ക് വേണ്ടതെല്ലാം നൽകി എന്ന് കരുതിയ ശിമയോൻ എന്ന ആ ഫരിസേയന് തെറ്റുപറ്റിയെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ഈ പാപിനിയായ ഈ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച്. പുറമേ നൽകുന്ന വിരുന്നുകളല്ല, ഉള്ളിൽ നിന്നുള്ള നിർമ്മലമായ സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഹൃദയത്തിൽ നിന്നുള്ള വിരുന്നാണ് ഈശോയ്ക്ക് കൂടുതൽ സ്വീകാര്യം, കൂടുതൽ പ്രിയമെന്ന് ഈ പാപിനിയായ മകൾ നമ്മളെല്ലാവരെയും കാണിച്ചു തരുകയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയും അതെല്ലാം പൂർണ്ണതയുള്ളതും മറ്റുള്ളവരുടേത് തെറ്റുകളും കുറവുകളും പോരായ്മകളും ഉള്ളതാണെന്ന് ചിന്തിക്കുന്ന മനസ്സിനെ തിരുത്താനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ആ കഥയിൽ എന്ന പോലെ ഇന്ന് നമ്മളെയും ഓരോരുത്തരെയും പേര് വിളിച്ച് ഈശോ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമുക്കിന്ന് ഈ തിരുവചന ഭാഗം വായിച്ച് ആത്മശോധന ചെയ്യാം. ഈശോയ്ക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? ധനികനായ യുവാവ് ഒരിക്കൽ എല്ലാം നന്നായി ചെയ്യുന്നു, എല്ലാം വേണ്ടതുപോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നമ്മളെ ഇന്ന് പേര് വിളിച്ച് ഈശോ പറയുന്നു, ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. ഈശോ പറയുന്ന ആ കാര്യം കേൾക്കാനും അത് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഹൃദയത്തിൽ നിന്നുള്ള നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഒരു വിരുന്ന് കൊടുക്കാനുള്ള മനംമാറ്റത്തിലേക്ക് മാറാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ കരുണയ്ക്കും പരിപാലനത്തിനുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരിൽ നന്മയായിട്ടുള്ളത് കാണാനും അവരെ വിലമതിക്കാനും ബഹുമാനിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവരിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ദുഷിച്ച പ്രവണതയെ ഒഴിവാക്കുവാനും അനുഗ്രഹിക്കണമേ. പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കണ്ട് സ്നേഹത്തിൻ്റെ നിയമം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.